നമ്മളങ്ങനെ ജിറോഗാസ്റ്റർ എത്തിയിരിക്കട്ടോ. Beautiful, girl, beautiful. Yes, so cute. Your hair. So Your stylish. hair is so stylish. അപ്പൊ തുടങ്ങിയാലോ? നമ്മളിപ്പം ബറാത്ത് ജിറോഗാസ്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റൂട്ട് ഒരു പകുതി കഴിഞ്ഞപ്പം 1 മണിക്കൂറും കൂടിയാണ് എത്താനുള്ളത്. ഞാൻ ഇത്രയും സീനിക്കായ റൂട്ടിലൂടെ ഞാൻ പോയിട്ടില്ല. ഇങ്ങനെ ചുറ്റിനും മല, ലെയേഴ്സ് ഓഫ് മലകൾ. ആദ്യം ഇളം പച്ചമല, പിന്നെ കരിമ്പച്ച മല, പിന്നെ അതിന്റെ ബാക്കില് കരിനീല. നമ്മളിങ്ങനെ അറിയില്ലൊക്കെ ദിസ് ഈസ് നോട്ട് ഓസ്ലോ അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് സ്വിറ്റ്സർലൻഡ് അങ്ങനെ കാണുന്ന പോലെ ഒരു അണ്ടർ റേറ്റഡ് സ്ഥലമാണ് അൽബേനിയ എന്നാണ് നമുക്കിപ്പോ തോന്നുന്നത്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വഴി കണ്ട ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പോലെ. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് എങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങാതെ പോവാ? കല്ല്, വെള്ളം, മല. അങ്ങനെ കുറച്ചധികം നേരം ഇത്രയും സീനിക്കായ ഈ സ്ഥലത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ ജിറോഗാസ്റ്ററിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മളങ്ങനെ ജിറോഗാസ്റ്റർ എത്തിയിരിക്കട്ടോ. മാർക്കറ്റ് ബാക്കില് മന്ദിർ എന്ന് പഠിച്ച ഒരേ ഒരു വാക്കാണ്. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് ജിറോഗാസ്റ്റർ കാസലിലേക്കാണ്. ഈ ജിറോഗാസ്റ്റർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഈ കുന്നിൻ്റെ മുകളിലാണ് ഈ കാസലുള്ളത്. ഇതിനെ കാസൽ എന്ന് വിളിക്കുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു സൈനിക കോട്ട കൂടിയായിരുന്നേ. ഈ കോട്ടയ്ക്കുള്ളിൽ ഇന്നൊരു ആയുധ മ്യൂസിയം കൂടിയുണ്ട്. അതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ ഇന്ന് കാണാൻ കഴിയും കേട്ടോ. ഗവൺമെന്റിന്റെ ഏറ്റവും നൊട്ടോറിയസ് പ്രിസൺ ആണ്. കുറെ പേരെ ആന്റി കമ്മ്യൂണിസ്റ്റ് കൊന്നിട്ടുണ്ട്. പക്ഷെ ക്രൂവൽറ്റി കാണാൻ തയ്യാറായിരിക്കണം നമ്മള്. പുരാതന ആയുധങ്ങൾ മുതൽ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ വസ്തുക്കൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജിറോഗാസ്റ്റർ നഗരത്തെ കല്ലുകളുടെ നഗരം എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ നഗരത്തിലെ പഴയ വീടുകളെല്ലാം കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഇതിന്റെ മേൽത്ര ഹൈറ്റിലായതുകൊണ്ട് തന്നെ പഴയകാല ചരിത്രം ഇപ്പോഴും അതുപോലെ ജീവനോടെ നിൽക്കുന്ന പോലെ തന്നെ തോന്നും. കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ചകളിലൊന്നാണ് ഈ അമേരിക്കൻ സൈനിക വിമാനം. കോൾഡ് വാർ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയായിട്ടാണ് ഇതിവിടെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്.
ജിറോഗാസ്റ്റോ കാസലിലെ മിലിറ്ററി മ്യൂസിയം സൈഡ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഇവരുടെ ദ്രിനോ നദിയുടെ വ്യൂ കാണേണ്ടിയിട്ടാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചരിത്രം മാത്രമല്ല, അൽബേനിയയിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാൻ കഴിയുമേ. വിശാലമായ ഈ പച്ചപ്പുള്ള പുൽമേട്ടിൽ ഒരാൾ അയാളുടെ ആട് മേയിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ നിന്ന് നോക്കുമ്പം ഒരു വശത്ത് പഴയകാല ചരിത്രവും എന്നാൽ മറുവശത്ത് ഇന്നും തുടരുന്ന ലളിതമായ ഗ്രാമീണ ജീവിതമാണ് നമ്മൾ കാണുന്നത്. ഈ ജിറോഗാസ്റ്റോ കാസലിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓട്ടോമൻ എംപയർ ആക്രമിക്കാൻ വന്ന സമയത്ത് റൂളറിൻ്റെ സിസ്റ്ററുണ്ട്, പ്രിൻസസ്. അപ്പോൾ അവർ കീഴടങ്ങാൻ വയ്യാത്തതുകൊണ്ട് അവരവരുടെ കുട്ടിയെ എടുത്തിട്ട് ഇപ്പം ഇത്രയും നിൽക്കുന്ന മുകളിലത്തെ സ്ഥലത്ത് നിന്ന് അവർ ചാടി, അവർ മരിച്ചു, എങ്ങനെയോ രക്ഷപ്പെട്ടു. അതാണ് ഇവിടുത്തെ ഒരു കഥ. ഈ ഒരു പോയിന്റിലാണ് അവർ ചാടിയത്. ഫെയർ സ്റ്റോറിയിൽ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ ഒരു റിവർ, ദ്രിനോ റിവർ എന്നാണ് പേര്. ആ റിവറാണ് ഇവിടുത്തെ ഒരു മെയിൻ വാട്ടർ സോഴ്സും. പിന്നെ ആ റിവറിന്റെ അറ്റത്തുള്ള ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലാണ് ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇവരിങ്ങനെ കാണുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ റിവർ തുടങ്ങുന്നത് ഗ്രീസിലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പോയിട്ട് അഡ്രിയാറ്റിക് സീ എന്ന് പറഞ്ഞാൽ സീയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ റിവർ കാണാൻ പറ്റും. ഇപ്പം പക്ഷെ എനിക്ക് അധികം വെള്ളം കാണുന്നില്ല, കുറേ കൂടെ മണൽ തിട്ടകളൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങ് ബറാത്ത് നിന്ന് തുടങ്ങി കുറച്ച് നേരം ഒരു ഹാഫ് ഡിസ്റ്റൻസ് എത്തിയ സമയം മുതൽ നമ്മൾ ഈ റിവർ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. നമ്മള് വഴിയിൽ നിർത്തിയായിരുന്നു നമ്മളവിടെ നിർത്തി. ഇവിടെ വരാൻ ഏറ്റവും നല്ല ടൈം ഈ ഈവനിങ് ടൈമാണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് ഒരു വശത്ത് താഴേക്ക് നോക്കുമ്പം സിറ്റിയുടെ ഹിസ്റ്ററിയും, എന്നാൽ മറുവശത്ത് നോക്കുമ്പം ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനും ഇല്ലാതെ അൺടച്ച്ഡായി കിടക്കുന്ന അത്രയും ഭംഗിയുള്ള നേച്ചറും. ടോർച്ച് അടിച്ചിട്ട് നമുക്ക് പ്രിസണിലോട്ട് കയറാം. ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലേ കയറാനുള്ള വഴി. ഓ നല്ല തണുപ്പുണ്ട്. ഓ ഈ ഇരുട്ടത്ത് കിടന്ന് ജീവിതം എടുക്കൂല്ലേ. ഇവിടെ ഒരു സ്റ്റേജ് മൈ ഗോഡ്, ഇത് കോണി കയറി പോവാണ്. തലയൊട്ടി വല്ലതും കാണുമ്പോ പേടിയാന്ന്. നമ്മളിവിടെ പൂട്ടിയിലൂട്ടാ ഗുണാക്കേവി പോയ പോലെയാവും ലാസ്റ്റ്. അങ്ങോട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. ട്രാജിക് ആണത്. അത് തീരുന്നില്ല അച്ചു. ഈ ഓട്ടോമൻ എംപയറിന്റെ സമയത്ത് ഇവിടെ അൽബേനിയൻ ലാംഗ്വേജ് പഠിപ്പിച്ചൊരു ടീച്ചറെ ഇവര് പിടിച്ചിട്ട് അയാളെ ഇസ്താംബുളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇസ്താംബുളിൽ ഒരു പ്രിസണിൽ വെച്ചിട്ടാണ് അയാൾ മരിക്കുന്നത്. ആൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു. ഓട്ടോമൻ എംപയർ ഇവിടെ അൽബേനിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് എതിരായിരുന്നു. അവർക്ക് അവരുടെ രാജ്യം വരണമെന്നായിരിക്കുമല്ലോ. എന്നിട്ടാണ് ആ ടീച്ചറെ പിടിച്ചോണ്ട് പോയത്. പിന്നെ അതിനുശേഷം കുറേ ആൾക്കാർ വന്നു പോയി. ഇത് ക്യാസലായി, ക്യാസലിൽ നിന്ന് പ്രിസണായി. പിന്നെയാണ് മറ്റേ വേൾഡ് വാർ 2 സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിസണായിട്ട് ഇത് മാറിയത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇതിനെ പ്രിസണാക്കി വെച്ചു. ഓട്ടോമൻ എംപയറിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ കിച്ചണിലേക്ക് പോകാമേ.
ഇവിടുത്തെ സോൾജേഴ്സിന് ഭക്ഷണം കൊടുക്കേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവന് യൂസ് ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൽ. മാർക്കറ്റ് ബാക്കിൽ ഇവിടെ വെച്ചാണ് നമ്മുടെ ജിറോഗാസ്റ്ററിലെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി നടന്നത്. അതെന്താണെന്ന് ഇപ്പം പറയാമേ. ചെറിയ ഇട്ട് വെക്കുന്ന വെള്ളത്തിന് അത് കഴിക്കണം. അതാണ് ഇവിടുത്തെ ഈ നാട്ടിലെ ഭക്ഷണം. ട്രഡീഷണൽ റൈസ് ബോൾസ്. Very, very nice. Ricerca tradizionale. Meatball, vegetariane bowl, sarma. Chief Lucanito, okay. ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ നേരത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു മാലാഖേനെ പോലെ ഒരു അമ്മച്ചി വന്നു. അവർ വന്നിട്ട് നമ്മളെ ഈ ഒരു പാർക്കിംഗ് കുറച്ചധിക ദൂരമുണ്ട്. ആ അധിക ദൂരത്തിലേക്ക് അവർ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കാറ് പാർക്ക് ചെയ്യിപ്പിച്ച് നമ്മളെ തിരിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചു കേട്ടോ. അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വെറും സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തത് കേട്ടോ. നമുക്ക് അൽബേനിയയിൽ വെച്ച് നടന്ന വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് മെമ്മറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നേ. റിച്ചുവിൻ്റെ അടുത്തിരിക്കുന്ന അമ്മാവയാണ് അവർ. എന്നിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് എൻ്റെ അന്നയുടെയും കൂടെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഉമ്മയൊക്കെ തന്ന് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. ഐ മീൻ വൺ ഓഫ് ദ കോർ സ്വീറ്റസ്റ്റ് മെമ്മറി ഫ്രം അൽബേനിയ. Beautiful. Yes. Yeah, you're so cute. Your hair. Your hair is so stylish. Bye-bye. Tell him in there. Bye-bye. Bye. Bye. Bye-bye. Sit here and down.